സംസ്ഥാനത്ത് ശക്തമായ മഴയിലും കാറ്റിലും വ്യാപകമായ നാശനഷ്ടമുണ്ടായി. കാസർഗോഡിനും കുമ്പളയ്ക്കുമിടയിൽ റെയിൽവേ ട്രാക്കിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടുവെന്ന് വാർത്ത വരുന്നു. ഒരു മണിക്കൂറിന് ശേഷം ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. തിരുവനന്തപുരത്തും മലപ്പുറത്തും കണ്ണൂരിലും മരം വീണ വീടുകൾക്ക് കേടുപാടുണ്ടായി. കോഴിക്കോട് ജില്ലയിലെ ചാലിയാറും ഇരുവഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞൊഴുകുന്നു. ഇപ്പോൾ മാവൂർ ചാത്തമംഗലം പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വിലങ്ങാട് മഞ്ഞച്ചീളിയിൽ 16 കുടുംബങ്ങളിൽ നിന്നായി 58 പേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചു. വയനാട്ടിലെ മുത്തങ്ങാപ്പുഴയും നൂൽപ്പുഴയും കരകവിഞ്ഞൊഴുകുന്നു. 11 ജില്ലകളിൽ റെഡ് അലർട്ട് നിലനിൽക്കുകയാണ്. കണ്ണൂർ പഴശ്ശി ഡാമിൻ്റെ 5 ഷട്ടറുകൾ കൂടി ഉയർത്തി. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരും. അതുപോലെ കോഴിക്കോട് നിന്ന് മിഥില ബാലൻ, കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ എന്നിവർ ചേരുന്നു. ആദ്യം കോട്ടയത്തേക്ക് ടോബി ജോൺസൺ ചേരുകയാണ്. ടോബി, എന്താണ് കോട്ടയം ജില്ലയിൽ നിന്നുള്ള വിവരങ്ങൾ? കോട്ടയം ജില്ലയിലും നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ടുകൾ വരാനുണ്ട്. അത്യാഹിതങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കോട്ടയം ജില്ലയിൽ മഴ കാര്യമായി കനത്ത് തന്നെ പെയ്യുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം ടോബി നമുക്കൊപ്പം ചേരും. കോട്ടയത്ത് നിന്ന് ഇന്നലെ തുടങ്ങിയ മഴ തോരാത്ത കോട്ടയം ജില്ലയിലെ പ്രദേശങ്ങളുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട്. കോട്ടയം ജില്ലയുടെ വിവിധ മേഖലകളിൽ പെയ്യുന്നത് അത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. എല്ലാ മേഖലയിലും അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. രാവിലെ മുതൽ തന്നെ കിഴക്കൻ മേഖലയിൽ പാലാ, ഈരാറ്റുപേട്ട, അതുപോലെ തന്നെ തീക്കോയി മേഖലകളിലൊക്കെ ശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു. അതേ തുടർന്ന് മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. നീരൊഴുക്ക് അതിശക്തമായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന പാലായിലാണ്. അവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മീനച്ചിലാറ്റിൽ കൂടി ശക്തമായ വെള്ളം ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജലനിരപ്പ് മുൻപത്തേക്കാൾ ഉയർന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്നത് ചുങ്കത്ത് ശക്തമായ കാറ്റിലും മഴയിലും ഓട്ടോറിക്ഷകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു എന്നുള്ളൊരു വാർത്ത കൂടി ലഭിക്കുന്നുണ്ട്. അതിൽ ഓട്ടോ സ്റ്റാൻഡിന് മുകളിലേക്കാണ് ഒരു മാവ് കടപുഴകി വീണത്. 2 ഓട്ടോകളുടെ മുകളിലേക്കാണ് അത് വീണത്. അതോടൊപ്പം തന്നെ മണിമലയിൽ ഒരു പാറമടയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ആളപായമൊന്നുമില്ല, പക്ഷേ അതിന് സമീപത്ത് നിരവധി വീടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ചെറുതും വലുതുമായ വലിയ നാശനഷ്ടങ്ങൾ ജില്ലയുടെ വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട മഴയാണ് ലഭിക്കുന്നതെങ്കിൽ കിഴക്കൻ മേഖലയിൽ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കും. എന്തായാലും ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. ഇത് സംബന്ധിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു. കിഴക്കൻ മേഖലയിൽ രാത്രികാല യാത്രാ നിരോധനം, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈരാറ്റുപേട്ട തിക്കോയി റൂട്ടിൽ രാത്രിയിൽ യാത്ര പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നിരുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റ് നിയന്ത്രണങ്ങൾ വിനോദസഞ്ചാര മേഖലകൾ, പ്രത്യേകിച്ചും മാർമല അരുവി പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ശക്തമായ വെള്ളച്ചാട്ടമുണ്ട്, വെള്ളം ഒഴുകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാഗമണ്ണ് പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള യാത്രകൾ നിരോധിച്ചിട്ടുണ്ട്, ഖനനം നിരോധിച്ചിട്ടുണ്ട്. ഇങ്ങനെ മുൻകരുതലുകൾ ഇന്നലെ തന്നെ സ്വീകരിച്ചിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ശക്തമായ കാറ്റും ജില്ലയിൽ വീശുന്നുണ്ട്. ഇതേ തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ മരം വീണ് വീടുകൾക്ക് മറ്റും കേടുപാടുകൾ ഉണ്ടാകുന്നുണ്ട്. ഇന്നും അത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും നീണ്ടൂർ ഭാഗത്ത് 3 വീടുകളുടെ മുകളിലേക്കാണ് മരം വീണെന്നൊരു കേടുപാടുകൾ ഉണ്ടായിട്ടുള്ളത്. ജാഗ്രതാ നടപടികൾ. കോഴിക്കോട് മിഥില ബാലൻ കൂടി മഴയുടെ കെടുതികളുടെ വാർത്തകളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥില, പറയൂ. അതിരൂക്ഷമായ മഴ തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ ഉള്ളത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ശക്തമായ മഴയാണുള്ളത്. കോഴിക്കോട് നഗരത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ്, സ്റ്റേഡിയം ജംഗ്ഷൻ, മാനാഞ്ചിറ, അങ്ങനെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. ഇനി മലയോര മേഖലകളിലേക്ക് പോവുകയാണെങ്കിൽ മുക്കം, താമരശ്ശേരി ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളിലും അതിശക്തമായ മഴയുണ്ട്. മാത്രമല്ല മാവൂർ ഭാഗങ്ങളിലാണ് എടുത്തു പറയേണ്ട കാര്യം. മാവൂർ ചെറിയൊരു മഴ പോലും വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കത്തിന് ഇടയാക്കുന്നുണ്ട്. ചെറിയ പുഴകൾ, ചെറുപുഴ, ഇരുവഞ്ഞിപ്പുഴ ഉൾപ്പെടെ എല്ലാ പുഴകളും കരകവിഞ്ഞ് ഒഴുകുകയാണ്. അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ്. ഏക്കർ കണക്കിന് വാഴകൃഷി നശിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പറയുകയാണെങ്കിൽ വലിയ രീതിയിൽ ശക്തമായ മഴ പെയ്യുന്നു. ഇനി വിലങ്ങാട് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ ഒരു സ്ഥലമാണ് വിലങ്ങാട്.
അവിടെ മഞ്ഞക്കീളിയിൽ കൂടുതൽ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന ഒരു പ്രദേശം തന്നെയാണ്. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് വിലങ്ങാട് ഭാഗത്ത് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. SKN.